പ്രതിയെ വൈകാതെ പിടികൂടും. ജാഗ്രതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടാകില്ല. ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ തന്നെ പേഴ്സണലായിട്ട് തന്നെ ഇത് ഞാൻ ഓരോ ഘട്ടത്തിലും മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വൈകാതെ പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങളെ രാഷ്ട്രീയമായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് തെരഞ്ഞെടുപ്പിലെ ഒരു വോട്ട് വിഷയമാക്കുന്നതും ശരിയല്ല. ഇപ്പം തന്നെ UDFന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തെ ഇത് ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. ഇത് നമ്മുടെ കേരള സമൂഹത്തിൽ ആഴത്തിലും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ആ കാര്യത്തിൽ എടുത്ത നിലപാടിനെ ഞാൻ ശ്ലാഘിക്കുകയാണ്. അവരെഴുതിയ എഡിറ്റോറിയലുകളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്, എല്ലാ പത്രങ്ങളും. കാരണം ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കേണ്ട നമ്മുടെ നാട്ടിൽ നമ്മുടെ സഹോദരിക്കുണ്ടായ ദുരന്തമായി നമുക്കിതിനെ കാണണം. പക്ഷെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്ന അപലപനീയം തന്നെയാണ്. ഞാൻ ആ സംഭവം ഉണ്ടായ സമയത്ത് തന്നെ തൃശ്ശൂരിൽ എന്റെ പരിപാടി കട്ട് ചെയ്ത് നിർത്തിവെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ എന്നോട് പോലീസ് പറഞ്ഞാൽ സാർ ഇപ്പൊ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ പോകാതിരിക്കുന്നത് എന്താ തെറ്റ്? ഞാനാണ് ആദ്യം അവിടെ സന്ദർശിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഞാൻ ആ വീട്ടിൽ പോകാനായി ആശുപത്രിയിൽ പോയി അമ്മയെ കാണാൻ വേണ്ടിയാണ് ആദ്യം വന്നത്. അപ്പൊ SDPIയുടെയും AIYFന്റെയും പ്രവർത്തകന്മാരോട് കൂടി നിന്ന് എന്നെ അങ്ങോട്ട് കടത്തിവിടാതെ തടസ്സം സൃഷ്ടിച്ചു. ഒരു ചാനലിന്റെ DSNG കൊണ്ട് എന്റെ മുമ്പിലിട്ടു. വേണമായിരുന്നെങ്കിൽ എനിക്ക് അവിടെ ആഭ്യന്തരമന്ത്രിയോട് എനിക്ക് അവിടെ പോകുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കരുതിയത് അവിടെ ഒരു ലാത്തി ചാർജോ പ്രകോപനമോ ഉണ്ടാകണ്ട എന്ന് കരുതിയാണ്. ഞാൻ അല്ലാണ്ട് ദേശാഭിമാനി എഴുതിയ പോലെ ഞാൻ ഒളിച്ചോടിയതൊന്നുമല്ല. ഞാൻ അങ്ങനെ പറഞ്ഞാലും എനിക്ക് വലിയ മടിയില്ല. കാരണം അവിടെ ഒരു സംഭവം ഉണ്ടാകണ്ട, ഞാൻ മുഖേന അവിടെ ഒരു ലാത്തി ചാർജ് ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണ്. ഞാൻ പിന്നെ അവരുടെ വീട്ടിൽ പോയി. ആദ്യം അവിടെ സന്ദർശിക്കുന്ന ഒരാൾ ഞാൻ തന്നെയാണ്. മുഖ്യമന്ത്രി അവിടെ പോയി, മുഖ്യമന്ത്രിയെ തുടങ്ങി. ഇന്നലെ കൊല്ലം പ്രസ് ക്ലബിൽ, അതാണ് എനിക്ക് ഏറ്റവും വേദനയുണ്ടായ സംഭവം, പത്രലേഖകർ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ പോകുന്നത്. അവിടെ ഞാൻ ഇറങ്ങി വരുമ്പോൾ അവിടെ എന്നെ അവിടെ വെളിയിലോട്ട് ഇറങ്ങാൻ കഴിയാത്ത പ്രസ് ക്ലബിന്റെ മുമ്പിൽ തടയുകയാണ്. ഞാൻ പോലീസിനോട് പറഞ്ഞു ഒന്നും ചെയ്യേണ്ടതെന്ന്. പ്രസ് ക്ലബ്ബ് തന്നെ ഇന്നലെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പ്രസ് ക്ലബിനോട് മാപ്പി ചോദിച്ചു. ഇതെല്ലാം കാണിക്കുന്നത് അക്ഷന്തവ്യമായ ഒരു തെറ്റാണ്. കേരളീയ സമൂഹം ഒറ്റക്കെട്ടായി അപലപിക്കുകയും കുറ്റവാളികളെ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യേണ്ട സമയത്ത് ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം.